ഇത് വല്ലാത്തൊരു പ്രയാസം ഇന്നും എനിക്ക്. ഇന്ന് ഇത്രയും സംഭവം നടക്കൂല. ഇതിന്റെ എല്ലാ സത്യം അന്ന് തെളിഞ്ഞാൻ അതറിയാം. ഇവരാരും ശരിയല്ല. എന്റെ ആൾക്കാരും എന്റെ കെട്ടിന്റെ പട്ടി പറയണ്ടേ, എന്റെ ഭാര്യ പറഞ്ഞോളം ഒന്ന് കേക്ക് നിങ്ങളൊന്ന്. ഞാൻ കഷ്ടപ്പെട്ട് കഴിയും. ജിഷയുടെ അമ്മയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. യഥാർത്ഥത്തിൽ സ്വന്തം മകളെ നഷ്ടപ്പെട്ടതിന് ശേഷം ആ ജിഷ എന്ന് പറയുന്ന ജിഷ LLBക്ക് പഠിക്കുന്ന ഒരു മിടുക്കിയായ വിദ്യാർത്ഥിനിയായിരുന്നു. മാത്രമല്ല നമ്മുടെ കുടുംബങ്ങളെപ്പോലെ തന്നെ സന്തോഷകരമായി ജീവിച്ച് മുന്നോട്ട് പോവേണ്ട ഒരമ്മയായിരുന്നു ഈ അമ്മ. ആ അമ്മ അത്ര ബുദ്ധിയില്ലാത്ത അമ്മയൊന്നുമല്ല, യഥാർത്ഥത്തിൽ കാര്യബോധമുള്ള വളരെ ഉൾക്കാഴ്ചയുള്ള ഒരമ്മയായിരുന്നു ജിഷയുടെ അമ്മ. നമ്മളൊക്കെ മക്കളെ ഏത് രീതിയിലേക്ക് പഠിപ്പിക്കുന്നു നോക്കൂ നിങ്ങൾ. അതിനേക്കാൾ വലിയ താല്പര്യമെടുത്താണ് ജിഷയെ ആ അമ്മ പഠിപ്പിച്ചത്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. വളരെ പ്രതീക്ഷയോടെ കുടുംബത്തിൻ്റെ അത്താണിയായി തനിക്ക് എല്ലാ കാലത്തും ബുദ്ധിമുട്ടാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി തൻ്റെ ആ മകളെ ഉന്നതമായ പഠനം നൽകി ആ അമ്മ യഥാർത്ഥത്തിൽ എന്തെല്ലാം പ്രതീക്ഷകളാണ് ആ അമ്മക്കുണ്ടായിരുന്നത് അല്ലേ. നമ്മൾ സാധാരണ അധികമാരും അറിയാതെ പോയ ഒരു സംഭവമാണ് യഥാർത്ഥത്തിൽ ആ ജിഷയുടെ അമ്മയെ സംബന്ധിച്ചിടത്തോളം. ആ അമ്മയെ ഇന്ന് ഒരു ഭ്രാന്തിയായിട്ടാണ് കാണുന്നത്. ഞാൻ നിങ്ങളുടെയൊക്കെ വീട്ടിലെ അമ്മമാരെ പോലെ ഒരു പാവ അമ്മ, അല്ലെങ്കിൽ എന്റെ പിള്ളേനെ കൊല്ലുവോ? ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ലായിരുന്നു. ഞങ്ങളുടെ ജീവിതം എന്തിനാ അവര് നിഷേധിച്ച? എല്ലാവരും ജീവിക്കുമ്പോൾ എനിക്ക് എന്റെ പിള്ളേക്കും ജീവിക്കാൻ പാടില്ലായിരുന്നു. കഞ്ഞി കുടിച്ചില്ലെങ്കിലും പട്ടിണിയാണെങ്കിലും എന്റെ മോള് പറയും, അമ്മേ നമുക്ക് കഞ്ഞി കുടിച്ചില്ലെങ്കിലും പട്ടിണിയാണെങ്കിലും നമ്മുടെ ജീവിതത്തിലൊരു സന്തോഷം ഇല്ലമ്മേ നമുക്കെന്ന് പറയും. അത് കിടത്തിയ ആൾക്കാര് റോഡരികിൽ ഭിക്ഷയാചിക്കുന്ന ഒരവസ്ഥ, മാനസികമായി ഭ്രമമായിരിക്കുന്നു, മനോവിഭ്രാന്തി ബാധിച്ചിരിക്കുന്നു. ആലോചിച്ച് നോക്കൂ നിങ്ങളെല്ലാം എല്ലാവരും. ആ ജിഷയുടെ വധം, ഈ സംഭവങ്ങളൊക്കെ എല്ലാവരും മറന്നു ഇപ്പോൾ. ആ ജിഷയുടെ കുടുംബത്തെക്കുറിച്ച് ഇപ്പോൾ ആരെങ്കിലും അറിയുന്നുണ്ടോ? ഒന്നും അറിയുന്നില്ല. ആരെങ്കിലും ചിലർ വ്ളോഗ് ചെയ്യുന്നു എന്ന് മാത്രം. നമ്മുടെ ഒക്കെ കുടുംബത്തിലെ നമ്മുടെ പ്രതീക്ഷകളായി വളർത്തിക്കൊണ്ടുവരുന്ന മക്കൾ അല്ലേ. അങ്ങനെയാണ് എല്ലാ കുടുംബങ്ങളും പച്ച പിടിച്ചിട്ടുള്ളത് അവരുടെ മക്കളാലാണ്, ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും. അപ്പോൾ ഈ അമ്മക്ക് ആൺകുട്ടികളില്ല. അതുകൊണ്ട് തന്നെ ഈ അമ്മ വളരെ പ്രതീക്ഷയോടെയാണ് ഈ പറയുന്ന ജിഷയെ വളർത്തിക്കൊണ്ടുവന്നത്. വളരെ പരിമിതിയിൽ നിന്ന്, വളരെ ദാരിദ്ര്യാവസ്ഥയിൽ നിന്ന് തൊട്ടടുത്തുള്ള വീട്ടിലൊക്കെ പണിക്ക് പോയി. ആലോചിച്ച് നോക്കുക, അത്രമാത്രം വളരെ ഒരു 3 സെൻറ്റിലോ മറ്റോ ഒരു പുര വെച്ച് കെട്ടിയിട്ടാണ് താമസിക്കുന്നത്. വളരെ ബുദ്ധി. അതാണ് ആ അമ്മ പറയുന്നത്. ആ മകൾ പറയാറുണ്ട്, കഞ്ഞി കുടിച്ചാലും നമുക്ക് സമാധാനമുണ്ടല്ലോ അമ്മേ എന്ന് എന്നോട് എൻ്റെ മകൾ ജിഷ പറയാറുണ്ട്. സങ്കടം നോക്കൂ. ഏത് മനുഷ്യർക്കാണ് ഏത് അവസ്ഥയിലാണ് ഇത് സഹിക്കാൻ കഴിയുന്നത്? നിങ്ങളൊന്ന് നോക്കൂ. ഞങ്ങളുടെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടായി ഞാൻ ഇറങ്ങി പോന്നല്ല, എന്നെ ഇറക്കി വിട്ടതുമല്ല. ഞാൻ 2 ദിവസത്തേക്ക് പോച്ചറ ഭഗവാന്റെ അടുത്ത് വന്നിരുന്നോളാന്ന് കുറച്ച് ദിവസത്തേക്ക് ഒരു മനസ്സുകൊണ്ട് എനിക്കൊരു തോന്നല്. ചേച്ചി പറഞ്ഞു നല്ല അമ്പലാണ്, അവിടെ നീ പോയിരിക്കി, നല്ല അമ്പലാണ്, നമ്മുടെ സങ്കടമൊക്കെ പറഞ്ഞാൽ കേൾക്കും, ഭഗവാൻ കേൾക്കും എന്ന് പറഞ്ഞ കാരണം വെറുതെ ചുമ്മാ ഇങ്ങനെ ഇരുന്നപ്പോ മനസ്സിന്റെ ടെൻഷനും കൊണ്ട് ഞാൻ അവിടെ നിന്ന് വന്നതാ. മാത്രമല്ല യഥാർത്ഥ കുറ്റവാളികൾ ഇപ്പോഴും പിടിക്കപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് ആ അമ്മയും അതുമായി ബന്ധപ്പെട്ടവരും വിശ്വസിക്കുന്നത്. അറിവ് ഞാൻ അതല്ല പറയുന്നത്. ഇപ്പോൾ അതിനേക്കാൾ വലുത് ആര് തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളതെങ്കിലും ഒരു കുടുംബത്തിലെ ഒരു അത്താണിയെ നോക്കണം, നഷ്ടപ്പെടുത്തിയതിന് ശേഷം ആ കുടുംബം അനാഥമാകുന്ന ആ വേദനാജനകമായിട്ടുള്ള സംഭവത്തെക്കുറിച്ചാണ്. നമ്മൾക്കൊക്കെ മക്കളുണ്ട്. ആ മക്കൾ വളരെ പ്രതീക്ഷയിലാണ് അല്ലേ നമ്മൾ അവിടെ വളർത്തിക്കൊണ്ടുവരുന്നത്. രാവിലെ എന്താ പറയുക, തലയിൽ വെച്ചാൽ ഉറുമ്പരിക്കും, നിലത്ത് വെച്ചാൽ പേനരിക്കും എന്ന രീതിയിൽ തന്നെയാണ് എല്ലാവരും ആ മക്കളെ വളരെ പ്രത്യാശപൂർവ്വം വളർത്തുന്നത്. ആ അതുപോലെ രാത്രി ആകുമ്പോഴത്തേക്ക് എന്റെ കാശ് ആൾക്കാർ കട്ടുകൊണ്ട് പോവാ. മക്കള് നമ്മളെ തല്ലിയിട്ടല്ലാട്ടോ പറയണ, തല്ലി. ഞാനും എന്റെ കുട്ടിയും ബഹളം ഉണ്ടാക്കി ജീവിക്കണ കാണാനാണോ ആളുകളുടെ ആഗ്രഹം? ഇതൊക്കെ നമ്മുടെ വീട്ടിലും അവിടെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആരും കൊണ്ടുവന്നേരാണ്ടാവില്ല. ചീത്തപ്പേര് വരുത്താൻ പാകത്തിന് ആരും ഒന്നും ചെയ്യില്ലട്ടാ, ഞങ്ങളെ ഉപദ്രവിക്കില്ലേട്ടാ. കാരണം എനിക്ക് അച്ഛൻ്റെ അമ്മയുടെ ഒന്നും സ്നേഹം കിട്ടാണ്ട് വളർന്ന ഒരാളാണ് തന്നെ. അപ്പോ
വളരെ സൗകര്യമുള്ളവർ പോലും അത്ര പ്രത്യാശയോടെ ബുദ്ധിമുട്ടിയിട്ടാണ് മക്കളെ വളർത്തുന്നതെങ്കിൽ വളരെ ദാരിദ്ര്യത്തിൻ്റെ കൊടി കുത്തി വാഴുന്ന ആ വീട്, അതായിരുന്നു ജിഷയുടെ വീട്. ഒരു മകളെ എങ്ങനെയൊക്കെയോ കല്യാണം കഴിച്ച് അയച്ചു. അതും വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. എവിടേക്കെയോ ജോലിയെടുത്ത് ജീവിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു മകളിലായിരുന്നു അമ്മയുടെ പ്രതീക്ഷ. ആ മകളെ ഇല്ലാതാക്കിയത് ആരു തന്നെയായാലും, നമുക്കൊക്കെ അറിയുന്നത് പോലെ ഇപ്പോൾ അനാർ എന്നു പേരായ ഒരു ബംഗാളിയുടെ പേരിൽ കേസെടുത്ത് അവൻ തടവിലാണ്. പക്ഷേ ഇനി ആര് തന്നെ തടവിലാവുകയോ അല്ലെങ്കിൽ കാലാകാലം തടവിൽ കിടക്കുകയോ എന്നതിനേക്കാൾ എത്രയെത്ര വേദനാജനകമാണ് ആ ജിഷയുടെ ആ അമ്മ. ഇനി ആ അമ്മക്ക് ആരാണുള്ളത്? എന്തെല്ലാം സ്വപ്നങ്ങളാണ് യഥാർത്ഥത്തിൽ ആ അമ്മ തൻ്റെ മകളെ ഈ LLBക്ക് ചേർത്ത് പഠിപ്പിക്കുമ്പോൾ അല്ലേ ആ മനസ്സിലുണ്ടായിരുന്നത്? അതെല്ലാം തല്ലിക്കെടുത്തി ഒരേ ഒരു എന്തിൻ്റെ പേരിലായാലും നൈമിഷികമായ ഒരു സുഖത്തിന് വേണ്ടി ആ മകളെ അതൊക്കെ ചെയ്തതിനു ശേഷം വിട്ടിരുന്നെങ്കിൽ ആ അമ്മ ഇന്ന് ഇങ്ങനെ വിലപിക്കുമായിരുന്നില്ല. ആ ജീവനെങ്കിലും ഉണ്ടാകുമായിരുന്നു. ആ ജിഷയുടെ ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരുവെങ്കിൽ ആ പെൺകുട്ടിയെ കൊല ചെയ്യാതെ വിട്ടിരുന്നുവെങ്കിൽ ആ ഭൂമിയിൽ ആ പെൺകുട്ടി വീണ്ടും വളർന്നു വന്ന് ആ കുടുംബത്തിന് അത്താണിയാകുമായിരുന്നു. പലർക്കും ആ കുട്ടി ഒരു ആശാകേന്ദ്രമാകുമായിരുന്നു. ആ കുടുംബത്തെ ഛിന്ന ഭിന്നമാക്കി. നോക്കൂ, ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മുടെ രാജ്യത്ത് വളർന്നു വരുന്ന ഓരോ പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും വളരെ പ്രതീക്ഷകളോട് കൂടെയാണ് ആ മാതാപിതാക്കൾ വളർത്തി വലുതാക്കി കൊണ്ടുവരുന്നത്. അങ്ങനെ അവർ നമ്മെ സഹായിക്കാവുന്ന, നമുക്കൊരു അത്താണിയാകുന്ന അവസ്ഥയിലാണ് ആ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ദുര്യോഗങ്ങൾ ആരാലും വരുത്തപ്പെടുകയാണ്. അല്ലാതെ ദൈവീകമായിട്ട് സംഭവിച്ച ഒരു ദുര്യോഗമൊന്നുമല്ല. ദൈവീകമായിട്ട് അതിൻ്റെ സമയമെത്തി നമ്മളൊക്കെ കാണുന്നത് പോലെ ആ ടൈമെത്തി മരിച്ചു പോയതല്ല ജിഷ. ഒരു രോഗം വന്ന് മരിച്ചു പോയതല്ല ജിഷ. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇനി അതല്ലെങ്കിൽ ഒരു അപകടത്തിൽപ്പെട്ട് മരിച്ചത് പോയതുമല്ല, മറിച്ച് ഏതോ ഒരു ഒളിഞ്ഞിരിക്കുന്ന ഒരു കാപാലികനാൽ നോക്കണം ആ ജീവിതം നശിപ്പിക്കപ്പെടുകയായിരുന്നു. ആലോചിച്ച് നോക്കൂ. ആ ജീവിതത്തെ തൽക്കാലം സുഖത്തിന് വേണ്ടി ഉപയോഗിച്ച് വിട്ടിരുന്നെങ്കിൽ ആ നരാധമൻ അപ്പുറത്തുള്ളവൻ ആരായിരുന്നാലും ഉപയോഗിച്ച് ആ കുഞ്ഞിനെ വിട്ടിരുന്നുവെങ്കിൽ ഇന്ന് ഈ അമ്മ ഈ റോഡരികിൽ തെരുവിൽ കിടന്ന് ഭ്രാന്തിയെപ്പോലെ ഇങ്ങനെ വിലപിക്കുമായിരുന്നു. ആലോചിച്ച് നോക്കൂ. ഇനി ആരു തന്നെ ഒരു വീടുണ്ടാക്കി കൊടുത്തു, സർക്കാർ വീടുണ്ടാക്കി കൊടുത്തു, എല്ലാ സുഖ സൗകര്യങ്ങളും ചെയ്തു കൊടുത്താൽ പോലും ആ ജിഷ എന്നു പേരായ ഒരു മകൾക്ക് പകരം മറ്റൊരു മകളെയോ മകനെയോ കൊടുക്കാൻ ആർക്കാണ് ലോകത്ത് കഴിയുക? അതുകൊണ്ട് തന്നെയാണ് മനുഷ്യൻ തീർച്ചയായിട്ടും ഒരു ആത്മാവിനെ ഹത്യ ചെയ്തുകൂടാ. ഒരു നിലക്കും കാരണത്താലല്ലാതെ നിയമപരമായ സംവിധാനത്തിലൂടെ ഒരു കൊലയാളിയേക്ക് ക്യാപിറ്റൽ പനിഷ്മെൻ്റ് കൊടുക്കുന്നു എന്നതൊഴിച്ച് മനുഷ്യനൊന്നും തന്നെ ഒരു ജീവിക്ക് പോലും ഒരു ഉപദ്രവം ചെയ്തുകൂടാ എന്ന നിയമങ്ങളാണ് യഥാർത്ഥത്തിൽ എല്ലാ വേദങ്ങളും എല്ലാ മതങ്ങളും ലോകത്ത് പഠിപ്പിക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇത്ര അധപ്പതിച്ചു പോയി എന്നത്? എല്ലാ വിശ്വാസങ്ങളും എല്ലാ മതങ്ങളും മനുഷ്യൻ്റെ ഹത്യയെക്കുറിച്ച് വലിയ പാപമായിട്ട് തന്നെയാണ് കാണുന്നത്. തീർച്ചയായിട്ടും അതൊരു ശാപമായിട്ട് മനുഷ്യനെ പിന്തുടരുമെന്നൊക്കെ വിശ്വസിക്കുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് മനുഷ്യർ ഇത്തരത്തിൽ സ്വന്തം സഹോദരങ്ങളെ, സ്വന്തം സഹോദരന്മാർ നൈമിഷികമായ ലക്ഷ്യത്തിനും താല്പര്യത്തിനും വേണ്ടി എന്തെല്ലാമാണ് ലോകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന ഒരു സങ്കടപൂർവമായിട്ടുള്ള ഒരു അവസ്ഥയെക്കുറിച്ചാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത്. കാരണം വളരെ സന്തോഷത്തോടുകൂടെ, വളരെ സുഖത്തോടുകൂടെ, അന്തസ്സോടുകൂടെ ജീവിക്കേണ്ടിയിരുന്ന ഒരു കുടുംബമാണ്. എല്ലാ കാലത്തും ബുദ്ധിമുട്ടി കഴിഞ്ഞിരുന്ന ജിഷയുടെ അമ്മക്ക് ആ മകൾ ജിഷ ഒരു വക്കീലായി, അല്ലേ, ഒരു നല്ല ഒരു അഭിഭാഷകയായി ഇറങ്ങുന്നത് കാണാൻ, എന്നിട്ട് ഒരു കോടതിയിൽ സർവീസ് ചെയ്യുന്നത് കാണാൻ, അതുവഴി മിടുക്കിയായ അവൾ പിന്നീട് ഉയർന്ന് വേണമെങ്കിൽ ഒരു മജിസ്ട്രേറ്റ് തലത്തിലോ ജഡ്ജി തലത്തിലോ ഒക്കെ എത്താവുന്ന ഒരു പെൺകുട്ടിയായിരുന്നു ഈ ജിഷ. ജിഷയുടെ മോഹങ്ങളെ മാത്രമല്ല അപ്പുറത്തുള്ള കാപാലികൻ അറുത്തു മുറിച്ചത്. ആ ജിഷയുടെ കുടുംബം, ആ ജിഷയുടെ സമൂഹത്തെ, അല്ലേ, ആ ജിഷയുടെ നാടിനെ എല്ലാം മോശമാക്കി ഉള്ള ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടത്. പടച്ചവനെ, ദൈവമേ, നീ ഇത്തരത്തിലുള്ള ഒരു ദുർവിധി ഞങ്ങൾ ഓരോരുത്തർക്കും, ഞങ്ങളുടെ മക്കൾ വീട്ടിൽ നിന്ന് പോകുന്നു, ആരാണ് അവർക്ക് സുരക്ഷിതത്വമുള്ളത്? ദൈവമേ, അള്ളാഹുവേ, നീ അവർക്ക് സുരക്ഷിതത്വം നൽകി സഹായിക്കണമേ. അവിടെ കുടുംബത്തിന്
നീ സുരക്ഷിതത്വം നൽകി സഹായിക്കണമേ. ഇത്തരത്തിലുള്ള കാപാലികരിൽ നിന്ന് ഞങ്ങളുടെ വീടുകളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ആ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും സർവശക്തനായ ദൈവമേ, അള്ളാഹുവേ പടച്ചവനെ, നിന്റെ കാവലുണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ജിഷയുടെ അമ്മക്ക് ഒരു മനഃശാന്തി കൊടുക്കണമേ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി.